സ്വാധ്യായ ഡെയിലി വിശുദ്ധത്തിലേക്ക് സ്വാഗതം. ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്ന് പറയുന്ന ദൈവം ദൈവമല്ല. പല മതങ്ങളിലും അവർ വിശ്വസിക്കുന്ന ദൈവം മനുഷ്യരോട് പറയുന്നതായി പറയാറുണ്ട്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന്. എന്നാൽ ഒരു ദൈവത്തിന് ഇങ്ങനെ പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ ദൈവം ദൈവമല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. വളരെ ലളിതമായ 2 ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എപ്പോഴെങ്കിലും നമ്മുടെ അപ്പനോ അമ്മയോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ, ഞാനല്ലാതെ മറ്റൊരപ്പൻ നിങ്ങൾക്കുണ്ടാകരുതെന്ന്, ഞാനല്ലാതെ മറ്റൊരമ്മ നിങ്ങൾക്കുണ്ടാകരുതെന്ന്? അതുപോലെ എപ്പോഴെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ, ഞാനല്ലാതെ മറ്റൊരു പ്രധാനമന്ത്രി ഉണ്ടാകരുതെന്ന്? അല്ലെങ്കിൽ ഞാനാണ് ഒറിജിനൽ പ്രധാനമന്ത്രി, മറ്റാരെയും നിങ്ങൾ പ്രധാനമന്ത്രിയായിട്ട് കരുതരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? മനുഷ്യർ പോലും ഇത്തരത്തിൽ ചെയ്യാറില്ല. കാരണം അവർക്കറിയാം അവരുടെ സ്ഥാനം എന്താണ് എന്ന്. മറ്റാർക്കും എടുത്തു മാറ്റാൻ കഴിയില്ലാത്ത ഒരു സ്ഥാനത്തിലാണ് അവരിയ്ക്കുന്നതെന്ന്. വേറെ ആരെങ്കിലും എന്തു പറഞ്ഞാലും അവർക്കറിയാം അവരുടെ സ്ഥാനത്തെ മാറ്റാൻ മറ്റാർക്കും സാധ്യമല്ല. കാരണം ജനങ്ങൾ അവരെ വോട്ടിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ ഞാനാണ് പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്നത് എന്നവർക്കറിയാം. അപ്പോൾ ഇത്ര പോലും വിവരമില്ലാത്ത ഒരാളാണോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമെന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ദൈവത്തിനറിയാം ദൈവം ദൈവമാണ് എന്ന്. മറ്റാരെയും ദൈവമാക്കാൻ കഴിയില്ല എന്നും ദൈവത്തിന് അറിയാമെങ്കിൽ ദൈവത്തിന് ഈ രീതിയിൽ പറയേണ്ട ആവശ്യമുണ്ട്? നിങ്ങളുടെ അപ്പനോ അമ്മയോ പോലും പറയാത്ത കാര്യം, അത്ര പോലും വിവരമില്ലാത്ത ഒരാളാണോ ദൈവമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. താങ്ക് യു.